Hey, hello, assalamu alaikum and welcome back to yet another brand new episode of Being You. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു ഹെൽപ്ഫുൾ വീഡിയോ ആണ് ഫോർ ഓൾ മൈ അപ്കമിങ് ബ്രൈഡ്സ്. എൻ്റെ മാത്രം ബ്രൈഡ്സ് അല്ല, ഇനി അങ്ങോട്ടേക്ക് കല്യാണം വരാനിരിക്കുന്ന എല്ലാ മണവാട്ടിക്കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യം പിടിയിട്ടുണ്ടാവും. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേഷ്യലിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ പറയാം, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫേഷ്യൽ കാര്യങ്ങളിലുള്ള നോളജ് വളരെ കുറവാണ്. പക്ഷെ എന്നോട് കുറെ കുട്ടികളായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു ഏത് ടൈപ്പ് ഓഫ് ഫേഷ്യലാണ് ഞാൻ ചെയ്യേണ്ടത്, എന്റെ സ്കിൻ ടൈപ്പ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ അറിയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഐ ഡിഡ് എ ലിറ്റിൽ ഓഫ് റിസർച്ച്. കുറച്ച് ഞാൻ ഇതിൽ റിസർച്ച് ചെയ്തു. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. അപ്പൊ ഐ തോട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്യൂട്ടീഷ്യൻ വേറെയാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് വേറെയാണ്. ഈ ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾക്ക് ഫേഷ്യൽ, ത്രെഡിങ്, അങ്ങനെയുള്ള സാധനങ്ങൾ, സ്പാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു തരാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി മേക്കപ്പ് മാത്രമാണ്. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോയിട്ട് ബ്യൂട്ടീഷ്യൻ എന്ന് വിളിക്കുന്ന കുറെ ക്ലയൻസ് എനിക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ആദ്യം എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ അപ്കമിങ് ബ്രൈഡ്സിന് മാത്രമുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഫേഷ്യൽ എന്ന് പറയുന്നത് ഒരു സെൽഫ് കെയർ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഉള്ളവരും അതുപോലെ ഡൗട്ട്സ് ഉള്ളവരും ഒക്കെ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കുക. ഓൾസോ എന്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ടോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേഷ്യൽസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ബട്ട് അതിന് മുന്നേ തന്നെ എന്തിനാണ് ഫേഷ്യൽ ചെയ്യുന്നതെന്ന് അറിയാത്ത കുറെ പേര് ഈ വീഡിയോ ഇനി കാണുന്നുണ്ടാവും. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ചുരുക്കി പറഞ്ഞുതരാം. അപ്പൊ ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റിജുവനേറ്റ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ട് കീപ്പ് ചെയ്യാനും വേണ്ടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനകത്ത് ക്ലെൻസിങ് ഉണ്ടാവും, എക്സ്ഫോലിയേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ മസാജിങ് ഉണ്ടാവും. അപ്പൊക്കെ നമ്മുടെ സ്കിൻ മസിൽസ് ഒക്കെ നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു സപ്പിൾ ആൻഡ് പ്ലംഡ് അപ്പ് ഫീൽ ഉണ്ടാവും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നല്ലൊരു പ്ലംപി ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫംഗ്ഷന്റെ മുന്നേ ഒരു 2 weeks മുന്നേ ഒക്കെ പോയിട്ട് ഇത് ചെയ്യുന്നത്. സോ 2 weeks മുന്നേ എന്ന് ഞാൻ പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതൊരു 2 days മുന്നേ ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചില ഫേഷ്യൽസിനോട് ചില സ്കിൻ ടൈപ്സ് അലർജിക് ഓർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ 2 ദിവസമൊക്കെ ഗ്യാപ്പിന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ഡേന്റെ ദിവസം വരുമ്പോ മൊത്തത്തിൽ സീൻ കോൺട്ര ആയിരിക്കും. സോ അതിനെ കൊണ്ടാണ് നമ്മൾ 3 weeks or 2 weeks പ്രയർ ആയിട്ട് നിങ്ങളോട് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഫേഷ്യൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു സംഗതി അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്കിത് മന്ത്ലി പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫേഷ്യൽ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺസ് നിങ്ങൾ മന്ത്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ പാമ്പറിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് സ്കിന്നിലൊരു ഹെൽത്തി ഗ്ലോ കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മന്ത്ലി ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഭയങ്കര ഗ്ലോയിങ് ആയിട്ടിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിന്റെ മേലെയുള്ള ഇഷ്യൂസ് ലൈക്ക് ഡെഡ് സ്കിൻ സെൽസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മന്ത്ലി നമ്മൾ റിമൂവ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നീറ്റ് ആൻഡ് പോളിഷ്ഡ് ലുക്ക് എപ്പോഴും ഉണ്ടാവും. ഐ തിങ്ക് നമ്മുടെ ഈ ആക്ട്രസുകളൊക്കെ എന്തായാലും ആ ഒരു റുട്ടീൻ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. കാരണം അവരെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര നീറ്റ് ആയിരിക്കും. കാരണം അത് അവരുടെ പാർട്ട് ഓഫ് ജോബും കൂടിയാണ്. സോ ഇനി നമ്മളും അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന കേസ്. എപ്പോഴും ചെയ്യണമെന്നില്ല, മന്ത്ലി വൺസ് എങ്കിലും ഇതുപോലുള്ള ഫേഷ്യൽസ് ചെയ്യാൻ നോക്കുക. ഇനി ഫേഷ്യൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്ലീനപ്പ് എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. ക്ലീനപ്പിലും ഇതുപോലെ തന്നെ നമ്മളെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് എക്സ്ഫോലിയേഷൻ ഒക്കെ ചെയ്തു തരും. അവര് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് എക്സ്ഫോലിയേറ്റ് ചെയ്ത് തരും. എക്സ്ഫോലിയേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സ്ക്രബിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്പോഴും നമുക്ക് നല്ലൊരു പോളിഷ്ഡ് ലുക്ക് സ്കിന്നിൽ വരും. പിന്നെ ഫേഷ്യൽസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ക്ലീനപ്പ് നല്ലൊരു ഓപ്ഷൻ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം, അതായത് ടൈപ്സ് ഓഫ് ഫേഷ്യൽസ് ഫോർ ഡിഫറെന്റ് സ്കിൻ ടൈപ്സ് ആണ്. അപ്പോൾ നമ്മളൊരു പാർലറിലേക്ക് ഫേഷ്യൽ ചെയ്യണം എന്ന് പറഞ്ഞ് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു കാർഡ് അങ്ങ് തരും. ഇതിനകത്ത് ഇഷ്ടംപോലെ ടൈപ്സ് ഓഫ് ഫേഷ്യൽസ് ഉണ്ടാവും. നമുക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അവര് പറയുന്ന ഒരു സാധനം നമ്മളെടുത്ത് ചെയ്തു തരും, എന്നിട്ട് അത് പിന്നെ റിയാക്ഷൻ ആവും, അങ്ങനെയാവും ഇങ്ങനെയാവും. അപ്പൊ നമുക്ക് തന്നെ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ ഇങ്ങനെയുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മെനക്കെടുമ്പോൾ
അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നോർമൽ ഫേഷ്യൽസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നോർമൽ ഫേഷ്യൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ ഫേഷ്യൽസ് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഫേഷ്യലാണ് നോർമൽ ഫേഷ്യൽ. ഇപ്പൊ മന്ത്ലി നമുക്ക് ഒരു സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് ഫേഷ്യൽ ചെയ്യണം, അപ്പൊ അത്ര ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഫേഷ്യൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് ഏത് സ്കിൻ ടൈപ്സിനാണ് ചേരുക വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്സ് ലൈക്ക് നോർമൽ, ഡ്രൈ, ഓയിലി കോമ്പിനേഷൻ എല്ലാ സ്കിൻ ടൈപ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. ഇനി ഭയങ്കര ആക്നെ പ്രോൺ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന പാർലറിൽ നിങ്ങൾ അതേ പറയുക, ഇവിടെ നിങ്ങൾക്ക് ആക്നെ പ്രോൺ ആണ്, സോ അവിടെ ഒക്കെ കുറച്ച് മസാജ് ചെയ്താൽ മതി, ലൈക്ക് മൈൽഡ് ആയിട്ട് മസാജ് ചെയ്താൽ മതി, ഓവർ ആയിട്ട് ചെയ്യരുതൊന്നും. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ ഫേഷ്യൽ കിറ്റ് അതിനനുസരിച്ച് ഓൾട്ടർ ചെയ്തിട്ടാവും ചെയ്യുന്നുണ്ടാവുക. സോ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫ്രൂട്ട് ഫേഷ്യൽസിനെ കുറിച്ചിട്ടായിരിക്കും. ഫ്രൂട്ട് ഫേഷ്യൽസ് നമ്മളെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫേഷ്യൽ ആയിരിക്കും. കാരണം ഞാനൊക്കെ അധികം പാർലറിൽ പോയി കഴിഞ്ഞാൽ വിവരമില്ലാത്ത സമയത്ത് ചെയ്യാറുള്ളത് പപ്പായ ഫേഷ്യലാണ്. അത് വെച്ചിട്ട് നല്ലതല്ല എന്നല്ല കേട്ടോ, കാരണം എനിക്ക് അന്നെങ്കിലും കുറച്ചൊരു ഐഡിയ ഉള്ളത് പപ്പായനെ പറ്റിയിട്ടാണ്. പപ്പായ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ വീട്ടിലൊക്കെ ഒരു റെമഡി ആയിട്ടും ഹോം റെമഡി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പൊ അത് വെച്ച് ചെയ്യുന്നത് എന്തും നന്നാവുമല്ലോ എന്നുള്ള ഒരു ഐഡിയയിലാണ് അന്ന് ഞാനൊക്കെ പോയിട്ട് പപ്പായ ഫേഷ്യൽ തന്നെ പറയാറുള്ളത്. അപ്പൊ ഈ ഒരു ഫേഷ്യൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്സിനും ചേരുന്ന ഒരു ഫേഷ്യലാണ്. അങ്ങനെ ഇന്ന സ്കിൻ ടൈപ്പുകാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതില്ല. ഫ്രൂട്ട് ഫേഷ്യൽസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഫേഷ്യൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് 18 എബവ് ആണ് കേട്ടോ. 18 മൈനസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഫേഷ്യൽസ് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവരുടെ സ്കിന്ന് ഓൾറെഡി ഗ്രോയിങ് സ്റ്റേജിലായിരിക്കും ആൻഡ് ഓൾസോ ഭയങ്കര ആക്നെ പ്രോൺ ആയിട്ടുള്ള ടൈം ആയിരിക്കും. ചിലവർ അണ്ടർ മെഡിക്കേഷൻ ആയിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഫേഷ്യൽസ് ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. 18+ ആയിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഈ പറയുന്ന എല്ലാ ടൈപ്സ് ഓഫ് ഫേഷ്യൽസും കേട്ടോ. ഈ ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യുന്നത് അധികം യങ്സ്റ്റേഴ്സ് ആണ്. നമ്മുടെ സ്കിന്നൊരു ഗ്ലോയിങ് ലുക്കും അറ്റ് ദ സെയിം ടൈം മോയ്സ്ചറൈസ്ഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ലുക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൂട്ട് ഫേഷ്യൽസ് അഡോപ്റ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പോൾ സൺ ടാൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ബ്ലെമിഷസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട് ഫേഷ്യൽസ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഞാനൊക്കെ പണ്ട് എങ്ങനെയാ ഫേഷ്യൽസിന് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കസിൻസിന്റെ വെഡിങ് നാളെയാണെന്നുണ്ടെങ്കിൽ ഇന്നായിരിക്കും പാർലറിലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോവാ, ത്രെഡിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പം പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും ഏതാണ് നല്ലത്. അപ്പൊ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഈ ഒരു പപ്പായ ഫേഷ്യൽ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് കുറച്ച് VIP ഫേഷ്യൽസിനെ പറ്റി സംസാരിക്കാം. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് പേൾ ഫേഷ്യൽ ആണ്. അപ്പൊ പേൾ ഫേഷ്യൽ ഞാൻ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ്. കാരണം അവർ ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് നല്ലൊരു നീറ്റ് ആൻഡ് എന്താ പറയാ ഒരു പോളിഷ്ഡ് ലുക്ക് കിട്ടും, ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും, ലൈക്ക് എപ്പോഴും ഓയിൽ വന്നുകൊണ്ട് ഒരു എണ്ണമെഴുക്കുള്ള പോലുള്ള ഒരു ഫീൽ. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ലുക്ക് മാറിയിട്ട് നല്ലൊരു എന്താ പറയാ മാറ്റ് ഫിനിഷിലേക്ക് വരും. നമ്മുടെ അടുത്ത VIP കാറ്റഗറിയാണ് ഓക്സിജൻ ഫേഷ്യൽ എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ്, ഗ്ലോയിങ് എഫക്ട്, സപ്ലന്റ് പ്ലംഡ് അപ്പ് ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഫേഷ്യൽ തന്നെയാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് കിട്ടുക. ഓക്കെ, ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് ഇതിന് മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ സ്കിൻ ടൈപ്സിനും ചേരും, ഈവൻ ഫോർ സെൻസിറ്റീവ് സ്കിൻ. ഇനി പറയാനുള്ളത് ഡയമണ്ട് ഫേഷ്യൽസിനെ പറ്റിയിട്ടാണ്. ഈ ഡയമണ്ട് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യലാണ്. നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, ആ പേരിന്റെ വെയിറ്റ് പോലെ തന്നെയാണ് ഇതിന്റെ വിലയും വരുന്നത്. അത്യാവശ്യം ഡ്രൈ, ഡീഹൈഡ്രേറ്റഡ് ആൻഡ് ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് അടിപൊളി ഫേഷ്യലാണ്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഡാമേജസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്യും. പിന്നെ നമ്മൾ ആ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലുക്ക് ഒക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അടുത്ത ഫേഷ്യൽ വന്നിട്ട് ഹൈഡ്ര ഫേഷ്യലാണ്. ഹൈഡ്ര ഫേഷ്യൽ എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, കാരണം ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു ഹൈഡ്ര ഫേഷ്യൽ എന്ന് പറയുന്നത്. ദ മെയിൻ പേർപ്പസ് നമ്മളിത് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ഫേഷ്യലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് ലെയറിലുള്ള ഡെഡ് സ്കിൻ സെൽസ് അപ്പാടെ റിമൂവ് ചെയ്യും. കാരണം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ പോലത്തെ കണ്ടന്റ്സ് ആണ്. ഓൾസോ നമ്മുടെ സ്കിന്നിനകത്തുള്ള കൊളാജൻ ഇംപ്രൂവ് ചെയ്യാനും ഡീപ്ലി ക്ലെൻസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. അപ്പൊ മന്ത്ലി ഫേഷ്യൽസ് ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ ഹൈഡ്ര ഫേഷ്യൽ എന്ന് പറയുന്നത്. ഇഫ് അറ്റ് ഓൾ യു ക്യാൻ അഫോർഡ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം മെയിൻ ആയിട്ട് ഇതിൽ ഡീപ് ക്ലെൻസിങ് അതുപോലെ തന്നെ നമ്മളെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യുന്നൊക്കെ ഒരു പരിപാടി ആയതുകൊണ്ട്
ഫേഷ്യൽ എന്തിനാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പേർപ്പസ് നല്ല വൃത്തിക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്സിനും ചേരുന്ന ഒരു പരിപാടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഓൾ സ്കിൻ ടൈപ്സിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ആണ്. പിന്നെ ഇത് ഏറ്റവും ബെറ്റർ എപ്പോഴും നമ്മൾ സലൂൺസിൽ പോവാണ്ട് കോസ്മെറ്റോളജി സെന്റേഴ്സിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം അവർക്കായിരിക്കും ഒന്നും കൂടെ ഇതിനെ പറ്റിയിട്ട് നോളജ് ഉണ്ടാവുക. സോ ഇനി അടുത്ത ഫേഷ്യൽ വന്നിട്ട് വൈറ്റ് ഗ്ലോ ഫേഷ്യൽ അല്ലെങ്കിൽ ഗ്ലോ വൈറ്റ് ഫേഷ്യൽ, രണ്ടും സെയിം ആണ്. അപ്പൊ ഇതിന്റെ പേര് പോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യൽ ആണ്, അത്രേ ഉള്ളൂ. അതും എല്ലാ സ്കിൻ ടൈപ്സിനും ചേരും, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും ചേരും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതിനനുസരിച്ച് ഓൾട്ടർ ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇനി ഗോൾഡ് ഫേഷ്യലിനെ പറ്റി പറയാം. ഗോൾഡ് ഫേഷ്യൽ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നമുക്കൊരു യെല്ലോ കൈൻഡ് ഓഫ് ഗ്ലോ ആണ് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവുക. ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബ്രൈറ്റ്നെസ് കിട്ടും. കാരണം യെല്ലോ കൈൻഡ് ഓഫ് ഗ്ലോ ആണല്ലോ. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും ചേരുന്ന ഒരു ഫേഷ്യലാണ്. പക്ഷെ അധികം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അടിപൊളിയായിരിക്കും. ഇന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡസ്കി സ്കിൻ ടോൺ ഉള്ള ആൾക്കാർ ഈ ഗോൾഡ് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് അത് എഫക്റ്റീവ് ആവില്ല. കാരണം ആ ഒരു ഗ്ലോ അവർക്ക് കാണില്ല ഡസ്കി സ്കിൻ ആയതുകൊണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്ക് അടിപൊളിയാണ്. ഇപ്പോഴത്തെ ബ്രൈറ്റ്സ് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഹൈഡ്ര ഫേഷ്യൽ അല്ലെങ്കിൽ ഗോൾഡ് ഫേഷ്യൽ അല്ലെങ്കിൽ ഡയമണ്ട് ഫേഷ്യൽ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഫേഷ്യൽസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ ഫേഷ്യൽ നല്ലതാണ്. അതുപോലെ തന്നെ ഡയമണ്ട് ഫേഷ്യൽ, ഓക്സിജൻ ഫേഷ്യൽ, ഗ്ലോ വൈറ്റ് ഫേഷ്യൽ ഒക്കെ ഡസ്കി സ്കിൻ ടോണുകാർക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഫേഷ്യൽസ് ആണ്. ഇനി അടുത്തത് ചാർക്കോൾ ഫേഷ്യൽ ആണ്. ഈ ചാർക്കോൾ ഫേഷ്യൽ പേര് പോലെ തന്നെ നമ്മൾ അധികം ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫേഷ്യൽ ആണ്. ഇതിനകത്ത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് സ്കിൻ ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുക. അത് മെയിൻ ആയിട്ട് ഇതന്നെ സിബം കൺട്രോൾ, ഓയിൽ കൺട്രോൾ തന്നെയാണ് ഈ ഒരു ഫേഷ്യലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ചാർക്കോൾ ഫേഷ്യൽ ചെയ്താൽ നന്നായിരിക്കും. സോ ഇനിയുള്ള ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് വൈറ്റമിൻ സി അല്ലെങ്കിൽ ഓറഞ്ച് ഫേഷ്യൽ ഒക്കെയാണ്. അപ്പൊ നമ്മൾ പേര് പോലെ തന്നെ നമ്മളിപ്പോൾ വൈറ്റമിൻ സി സീറം നമ്മളെ AM റുട്ടീനിൽ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ബ്രൈറ്റ്നെസ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അത് തന്നെയാണ് ഈ ഒരു ഫേഷ്യലും സെർവ് ചെയ്യുന്ന ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ബ്രൈറ്റ്സ് മെയ്ഡ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ ആയിരിക്കും ഈ ഒരു ഓറഞ്ച് ഫേഷ്യൽ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഫേഷ്യൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് എന്റെ ഒരു കുട്ടി റിസർച്ചിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഞാൻ ഒന്ന് നോക്കിയിട്ടൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളൊരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഏറെക്കുറെ നമ്മൾ എന്ത് ഫേഷ്യലാണ് ചെയ്യാൻ പോണത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അതിന് മേ ബി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സ്കിൻ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്ത് പറഞ്ഞിട്ട് തന്നെ നിങ്ങളുടെ ഫേഷ്യൽ കിറ്റ് ഓൾട്ടർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് വിപരീതമായിട്ടായിരിക്കും നിങ്ങളുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും ബഡ്ജറ്റ് ഒക്കെ നോക്കി തീരെ ഒരു ലോക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് പോയി ചെയ്യാണ്ട് ഒരു പ്രൊഫഷണൽ സലൂണിൽ തന്നെ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ദിസ് വീഡിയോ. പിന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സ് വഴി എന്നെ അറിയിക്കുക. പിന്നെ കൂടുതൽ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എന്തായാലും പറയാം. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ വന്നിട്ട് ടീനേജ് സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ അങ്ങനെയുള്ള കേസസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. എന്നാൽ പിന്നെ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാമല്ലോ. സോ അത്രയൊക്കെ ഉള്ളൂ. എന്നത്തെയും പോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. I'll see you soon all in the other video. Until then, stay tuned. I love you all. Thank you for watching. Lots of love.